मेरे प्यारे बच्चों साहब ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത് എന്താണ് നമുക്കെന്ന് നോക്കാം യെസ് ഹഫ്തേ കാ നാം ഹഫ്തേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും എന്താണ് ഹഫ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഹഫ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം അല്ലേ ആഴ്ചയാണ് അപ്പം ആഴ്ചയുടെ ആ നാം എന്ന് പറഞ്ഞാൽ പേരുകളാണ് അപ്പം നമുക്ക് ആഴ്ചയിൽ ഓരോ ദിവസങ്ങളുണ്ട് അല്ലെ ഞായർ തിങ്കൾ ചൊവ്വ അല്ലെ സൺഡേ മൺഡേ ട്യൂസ്ഡേ അപ്പൊ ഇതിൽ എന്താണ് നമുക്ക് ആ ദിവസങ്ങൾക്കൊക്കെ നമ്മുടെ ഹിന്ദിയിൽ പറയുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ ആഴ്ചയിലെ ദിവസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കുന്നത് അല്ലെ ആഴ്ചയിലെ ദിവസങ്ങൾ അല്ലേ ദിവസങ്ങൾ ഓരോ ദിവസങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ദിവസങ്ങൾക്ക് നമുക്ക് ഹിന്ദിയിൽ എന്ത് പറയാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് യെസ് ആദ്യമായിട്ട് സൺഡേ അല്ലെ സൺഡേ എന്നുള്ളതിന് നമ്മൾ എന്താണ് മക്കളെ പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത് യെസ് സൺഡേ എന്നുള്ളതിന് രവിവാർ എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും രവിവാർ അല്ലെ രവിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ അല്ലെ രവിവാർ അല്ലെ ഇങ്ങനെ പറയുന്നത് രവിവാർ സൺഡേ ആണ് അഥവാ ഞായർ അല്ലെ ഞായറാഴ്ച ദിവസമാണ് എന്ത് രവിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് വരുന്ന മറ്റൊരു ഡേ ആണ് സോമവാർ അല്ലെ രവിവാർക്ക് അഗ്ലാദിൻ സോമവാർ മൺഡേ അഥവാ തിങ്കൾ അല്ലെ തിങ്കളാഴ്ച ദിവസത്തിനാണ് നമ്മൾ സോമവാർ എന്ന് പറയുന്നത് അതേപോലെ പിന്നെ നമുക്ക് വരുന്നതാണ് എന്ത് മംഗൾവാർ അല്ലെ മംഗൾവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്യൂസ്ഡേ അല്ലെ ചൊവ്വാഴ്ച ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് മംഗൾവാർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ആദ്യത്തെ 3 ദിവസങ്ങൾ സെറ്റ് അല്ലേ രവിവാർ സോമവാർ മംഗൾവാർ സൺഡേ മൺഡേ ട്യൂസ്ഡേ സെറ്റ് അല്ലേ ഞായർ തിങ്കൾ ചൊവ്വ ഇനി നമുക്ക് വരുന്ന അടുത്ത ദിവസമാണ് ഏതാണ് ആ അടുത്ത ദിവസം എന്നുള്ളത് നമുക്ക് നോക്കാം ബുധവാർ അല്ലെ ബുധവാർ എന്ന് പറഞ്ഞാൽ വെനസ്ഡേ അല്ലെ ബുധവാർ അല്ലെ അഥവാ ബുധൻ എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബുധവാർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ ബുധൻ എന്ന് പറഞ്ഞാൽ ബുധവാർ അല്ലെ ബുധവാർ ആണ് ബുധൻ ഇനി അതേപോലെ നമുക്ക് വരുന്നതാണ് എന്ത് ഗുരുവാർ അല്ലെ ഗുരുവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ദിവസം മക്കളെ യെസ് അല്ലെ ഏതാ ദിവസം തേസ്ഡേ ആണ് അഥവാ വ്യാഴം എന്നുള്ള ദിവസത്തിനാണ് നമ്മൾ ഗുരുവാർ എന്ന് പറയുന്നത് വ്യാഴം അല്ലെ ഇനി അതേപോലെ അഗ്ലാദിൻ കോൻ ഹേ ഏതാണ് അടുത്ത ദിവസം ശുക്രവാർ അല്ലെ ശുക്രവാർ അഥവാ ഫ്രൈഡേ അല്ലെ വെള്ളിയാഴ്ച ദിവസമാണ് എന്ത് ശുക്രവാർ എന്ന് പറയുന്നത് ഫ്രൈഡേ അപ്പൊ വെനസ്ഡേ തേസ്ഡേ ഓർ ഫ്രൈഡേ ഇനി അവസാന ദിവസം ഏതാണ് ശനിവാർ അല്ലെ ശനിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാണ് അഥവാ ഞായറാണോ ശനിവാർ എന്ന് പറഞ്ഞാൽ ആണോ വെള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞായറാണോ വരുന്നത് യെസ് സാറ്റർഡേ അഥവാ ശനിയാഴ്ച ദിവസത്തെയാണ് എന്ത് പറയുന്നത് യെസ് ശനിവാർ എന്ന് പറയുന്നത് അപ്പൊ ശനിവാർ ശനി സാറ്റർഡേ അപ്പൊ രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാർ ശുക്രവാർ ഓർ ശനിവാർ അപ്പൊ രവിവാർ സൺഡേ സോമവാർ മൺഡേ മംഗൾവാർ ട്യൂസ്ഡേ ബുധവാർ വെനസ്ഡേ ഓർ ഗുരുവാർ തേസ്ഡേ ഓർ ശുക്രവാർ ഫ്രൈഡേ അതേപോലെ അവസാനമായിട്ട് ശനിവാർ സാറ്റർഡേ ഇങ്ങനെയാണ് നമ്മുടെ ആഴ്ചയിലെ 7 ദിവസങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത് സെറ്റ് അല്ലേ ഓക്കെ അല്ലേടാ അപ്പൊ റെഡി ആണല്ലോ അപ്പൊ ഇനി നമ്മുടെ ആഴ്ചയിലെ 7 ദിവസങ്ങൾ നമുക്ക് പ്രധാനമായും നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം നമുക്ക് വരുന്ന ഡയറി എഴുതാനുണ്ടാകുമ്പോഴും മറ്റു ആവശ്യങ്ങൾക്കും നോട്ടീസ് ബോർഡിലൊക്കെ നമ്മുടെ ഈ ദിവസങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് അതിനായിട്ടൊരു മാർക്ക് തന്നെ നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ആ ദിവസങ്ങൾ കൃത്യമായി ഡേറ്റും ദിവസവും കൃത്യമായി അടയാളപ്പെടുത്തിയാൽ നമുക്ക് വരുന്ന പരീക്ഷയിലൊക്കെ നമുക്കത് ഉപകാരപ്പെടും അപ്പൊ കൃത്യമായിട്ട് ഈ 7 ദിവസങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് എല്ലാ മക്കളും കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു വെക്കണം എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ